ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കരിങ്ങാലിമാല എന്ന് പറയുന്നത്. കരിങ്ങാലിമാല ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ആ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ കരിങ്ങാലി എന്ന് പറയുന്ന മാല? കരിങ്ങാലി എന്നാണ് പറയുന്നത്. കരിങ്ങാലിമാല എന്ന് പറയുന്നത് എന്താണോ? എബണി വുഡ് എന്നാണ്. എബണി വുഡ് എന്ന് പറയുന്ന ഒരു തടിയാണ്, അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മാലയാണത്. തടിയുടെ നടുഭാഗമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്ടൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്തേ രുദ്രധാര. നമ്മളിന്ന് പറയുന്നത് കരിങ്ങാലിയുടെ വിശേഷങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കേരളത്തിലാണ്. ചൈനയിൽ കണ്ടുവരുന്നു, ചില ദ്വീപ് രാഷ്ട്രങ്ങളിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. ഏകദേശം ഒരു 10-15 മീറ്റർ ഉയരത്തിലൊക്കെ പോവും. നിറയെ മുള്ളുകളുള്ള ഒരു മരമാണിത്, എബണി. അപ്പോൾ ഈ ഒരു മരം, അതിൻ്റെ തടി ഉപയോഗിക്കുന്നു ഈ മാല ഉണ്ടാക്കാൻ. ഈ മാല നമ്മൾ ധരിക്കുമ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പണ്ടുകാലം മുതൽക്ക് ഇവിടെ ഉള്ളതായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് കൂടുതലൊരു ട്രെൻഡായിട്ട് മാറിയത്. അപ്പോൾ ഈ ഒരു വുഡ്, അതിൻ്റെ പ്രാധാന്യമാണ് നമ്മളിന്ന് പറയുന്നത്. ആദ്യം തന്നെ ഉള്ള ഒരു കാര്യം പറയാം. വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയും ഇത് ഉപയോഗിക്കരുത്. കാരണം ഇത് ഉപയോഗിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതൊന്നാമത്തെ കാര്യം. 2, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. 3, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ 3 ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉറങ്ങാൻ പാടില്ല. അത് വേറൊന്നുമല്ല, ഉറക്കം ശരിയാകില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ എനർജിക്കകത്തുള്ള വേരിയേഷനാണ് അതിന് കാരണമാകുന്നത്, അല്ല മറ്റൊന്നുമല്ല. ഇതുപയോഗിച്ചിട്ട് കുളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതുപയോഗിച്ച് വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടിൽ നിൽക്കാനോ, ശവസംസ്കാരങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനോ, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനോ ഒന്നും തന്നെ പാടില്ല. ഇങ്ങനെയുള്ളവരാണ് ഇതിനെ വർജിക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? 1, നമ്മുടെ ദൃഷ്ടിദോഷം മാറുന്നു. അതാണ് ഒന്നാമത്തെ ഗുണം. ദൃഷ്ടിദോഷം ഇല്ലാതെയാകുന്നു. 2, അപ്പം നമുക്ക് മനസ്സിലായി ആർക്കും ഇത് ധരിക്കാം, അല്ലേ? ധരിക്കാൻ പാടില്ലാത്ത വിഭാഗം ഞാൻ പറഞ്ഞു. ദൃഷ്ടിദോഷം മാറുന്നു. 2, വൈകാരികമായിട്ടുള്ള മുറിവുകൾ ഉണങ്ങുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കഴിഞ്ഞു പോയിട്ടുള്ള ചിലവരുടെ വിയോഗങ്ങളായിരിക്കാം, ചില നിരാശകളായിരിക്കാം. അങ്ങനെ നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം, അതിൻ്റെ തീവ്രത കുറയുന്നു ഇത് ഉപയോഗിക്കുമ്പോൾ. അടുത്ത 3-മത്തത് ജപം, ധ്യാനം, അതിൻ്റെ ഏകാഗ്രത വർദ്ധിക്കുന്നു. അടുത്തത് ആത്മവിശ്വാസം വളരെ നല്ല രീതിയിൽ ഇത് ഉയർന്നു വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഇത് ആത്മീയപരമായിട്ടുള്ള ഗുണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എന്നാൽ ഭൗതികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളും പറയപ്പെടുന്നുണ്ട്. അതിലൊന്നാണ്, ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ചില ഫംഗസ് ബാധകൾ, ചില അലർജി പോലത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാകുന്നു. ഇത് നമ്മുടെ സ്കിന്നുമായിട്ട് ചേർന്ന് കിടക്കുമ്പോൾ നമ്മുടെ ത്വക്ക് രോഗങ്ങൾ, നമുക്കുണ്ടാകുന്ന ചില ഫംഗസ് ബാധ എന്നൊക്കെ പറയില്ലേ, അത് ഇല്ലാണ്ടാകുന്നു എന്നൊരു പ്രത്യേകത ഇതിന് ഉണ്ട്. അതുപോലെ തന്നെയാണ് രക്തസമ്മർദ്ദം, അത് BP. അപ്പോൾ ആ ഒരു സംഭവം കുറയ്ക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏകാഗ്രത വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങൾക്കും ഒരു നല്ല ഔഷധമായിട്ട് ഇതിനെ ഉപയോഗിക്കാം എന്നും കൂടി പറയുന്നു ഈ മാല ധരിക്കുന്നതിലൂടെ.
ഇത്രയും ഒരുപാട് നല്ല ഉറക്കം കിട്ടാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ, നല്ല ഉറക്കം. പക്ഷെ അത് ഇട്ടുകൊണ്ട് ഉറങ്ങരുത്. ഇത് നമ്മൾ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ചുറ്റുപാടുകളിൽ നമ്മൾ പോകുമ്പോൾ ഇത് ഉരുവയ്ക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ പവിത്രമായി കണ്ടെങ്കിൽ മാത്രമേ ആ വസ്തുവിനകത്ത് ആ എനർജി ഉണ്ടാവുകയുള്ളൂ. അല്ല വെറുതെ നമുക്ക് ഒരു സാധനം എടുത്തിട്ടെന്ന് കരുതി അതിൽ നിന്നും എനർജി പ്രവഹിക്കണം എന്നില്ല. പിന്നെ അതുപോലെ മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടം ആയതുകൊണ്ട് പറ്റിക്കപ്പെടാൻ മനുഷ്യന് ഭയങ്കര പ്രത്യേക കഴിവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചിടാവൂ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്നല്ല, നിങ്ങൾക്ക് പണം ഇങ്ങനെ ഒഴുകുമെന്നല്ല. നിങ്ങളുടെ ജോലിയൊക്കെ കൂടുതൽ സുഗമമായിട്ട് നടക്കുകയും അതിലൂടെ കർമ്മമേഖല പുഷ്ടിപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവുകയും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏകാഗ്രതയൊക്കെ വർദ്ധിച്ച് അതിനോട് പഠിത്തത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി അവർക്കൊരു ദിശാബോധം ലക്ഷ്യബോധമൊക്കെ വരുന്നതിന് സഹായിക്കുന്നു എന്നുകൂടി പറയുന്നു. പക്ഷേ സമ്പന്നരായിട്ടുള്ള നിരവധി പേര്, അംബാനി ഗ്രൂപ്പ് അടക്കം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇത് ലേറ്റായിട്ട് അത് ചെയ്യുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് അറിയണ്ടേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഈ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. അന്ന് ഈ അവിടെ ഔഷധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത് വെച്ചൊരു ടാബ്ലറ്റ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് ആ ഒരു വൈദ്യൻ വന്ന് അത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതിന് പൈസയും തന്നിട്ടായിരുന്നു കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ഒരു ലേഹ്യം ഉണ്ടാക്കുന്നതിന്, കഷായം ഉണ്ടാക്കുന്നതിന്, അവരുടെ തന്നെ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ ആയിട്ട് ഇതിൻ്റെ തടി കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ ചൊവ്വാദോഷമുള്ളവർ ഇത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കുറയും. കാരണം ഇത് ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വൃക്ഷമാണ്. അപ്പോൾ ചൊവ്വാദോഷമുള്ളവർക്ക്, അതുപോലെ ശനിദോഷം ശക്തമായിട്ട് നിൽക്കുന്നവർക്ക് ഒക്കെ കരിങ്ങാലി എന്ന് പറയുന്ന സംഭവം നല്ലത് തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു ദോഷത്തിൻ്റെ തീവ്രത നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, മുരുകനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയായിരിക്കും, പാതാള മുരുകൻ എന്ന് കേട്ടിട്ടുണ്ടോ? പാതാള മുരുകൻ്റെ പാദങ്ങളിൽ ഇത് ധരിക്കുന്ന മാത്രമല്ല ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളൂ. ഇതിന് മുമ്പ് പണ്ട് കാലത്തും ഇപ്പോഴും ഉണ്ട്. പാതാള മുരുകന് വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് കരിങ്ങാലി മുത്തുകളാണ്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് എല്ലാ ദോഷങ്ങളും അകലുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇത് സമർപ്പിക്കും. അതുപോലെ ഇത് ഹിന്ദു സമുദായത്തിൽ പല ഹോമങ്ങളിലും നെയ്യ് ചേർത്ത് ഇതിനെ കത്തിക്കാറുണ്ട്. അപ്പോൾ അത് ആ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കിയിട്ട് അവിടെ പോസിറ്റീവ് വൈബ് ഉണ്ടാവും എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹോമങ്ങളിൽ ഇങ്ങനെ ചെയ്തു വന്നിരുന്നത്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, കരിങ്ങാലി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ട് വെള്ളം കൊണ്ട് കുടിക്കാം, കുളിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു അണുനാശിനി കൂടെയാണ് ഈ സംഭവം. അപ്പോൾ അത്രയ്ക്ക് പവർ ഇതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ചൊവ്വാദോഷം, അതുപോലെ രാഹു കേതു ദുരിതങ്ങളുണ്ടല്ലോ, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ജാതക സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എത്രത്തോളം നിൽക്കുന്നു അതിൻ്റെ എല്ലാം കാഠിന്യം കുറയ്ക്കാനാണ് ഈ ഒരു മരത്തിൻ്റെ, ഈ ഒരു വൃക്ഷത്തിൻ്റെ മാല, അല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്നുണ്ടാക്കുന്ന മാല സാധാരണയായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു മാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇത് ധരിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒറിജിനൽ തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഉറപ്പാക്കുക, എന്നിട്ട് മാത്രം ധരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ തന്നെ ആണ്, അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനം തന്നെ ഇതിന് ഉപയോഗിക്കുക. അറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ വ്യാജം വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരീക്ഷണം ഉണ്ട് കേട്ടോ. നമുക്ക് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ കിട്ടിയ സാധനം, അതിന് ഈ കരിങ്ങാലിയുടെ പ്രത്യേകത അനുസരിച്ച് എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. കയ്യിൽ മുറുക്ക പിടിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ക്രമേണ, വളരെ പതിയെ ക്രമേണ ആ തണുപ്പ് മാറി നല്ല ചൂടായി വരുമ്പോൾ കൈ നന്നായിട്ട് നമുക്ക് ചൂടാവുന്നത് അനുഭവപ്പെടും. എങ്കിൽ അത് ഒറിജിനലാണ്. എന്നാൽ താപനിലയിൽ പെട്ടെന്ന് വ്യത്യാസം ഉണ്ടാവുന്നെങ്കിൽ, ഒരു സാധനം എടുത്ത് നമ്മൾ മുറുക്ക പിടിക്കുമ്പോൾ പെട്ടെന്നൊരു ചൂട് വരുമല്ലോ, അങ്ങനെ താപനിലയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വ്യാജനാണ്, ധരിക്കാതിരിക്കുക. അപ്പോൾ ആദ്യം പിടിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പ് വളരെ പതിയെ ക്രമേണ അത് കുറഞ്ഞ് നമുക്ക് സ്വയം അനുഭവപ്പെടും അതിൻ്റെ ആ എനർജിക്കകത്ത് ഉണ്ടാകുന്ന വേരിയേഷൻ. അപ്പോൾ അങ്ങനെയുള്ള സംഭവം മാത്രം, അത് പണ്ട് മുതലേ ഉള്ള ഒരു പരീക്ഷണമാണിത്. ഇപ്പോഴൊന്നും അല്ല ഇത്, ഇപ്പോഴാണ് കൂടുതൽ ഈ മീഡിയാസിനകത്തോട് ഇത് അറിയപ്പെടുന്നത്. പണ്ട് മുതലേ ഇത് ഉപയോഗിക്കുന്നുണ്ട് പലരും. അപ്പോൾ അങ്ങനെ നോക്കി മാത്രം ഇത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ കോൺഫിഡൻസ് അത് വർദ്ധിക്കുന്നു. നമ്മളുടെ ജോലി മേഖലയിൽ നന്നായിട്ട് തിളങ്ങാൻ പറ്റും. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മാറ്റം ഉണ്ടാകും. ദൃഷ്ടിദോഷം, കണ്ണേറെന്നൊക്കെ പറയില്ലേ, അതൊക്കെ മാറാനുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ ഒരു ഡിവൈനിറ്റി നല്ല രീതിയിൽ ഉണ്ടാകും.
പിന്നെ അതുപോലെ തന്നെ ആത്മീയത, നമ്മുടെ ആത്മീയ ജ്ഞാനം വർദ്ധിക്കുന്നു, ഏകാഗ്രത വർദ്ധിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും ജപമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഒരു ബിന്ദുവിൽ നമുക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഗുണങ്ങളാണ് ജ്യോതിഷപരമായിട്ടും ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും ഒക്കെ ഇതിനകത്തൂടെ പറയപ്പെടുന്നത്. അപ്പം അത്രയ്ക്ക് ഒരു ഊർജ്ജ കൈമാറ്റം നടക്കുന്ന ഒന്നായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കും. ഇതിൽ നിന്നും പ്രവഹിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസമില്ലാതെ ഇതൊന്നും ധരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അത് പരിപൂർണ വിശ്വാസത്തിൽ മാത്രമേ ധരിക്കാവൂ. അങ്ങനെയുള്ള ഒരു കാരണവശാലും ഇതൊന്നും ഉപയോഗിക്കാൻ പോകരുത്, എന്ത് തന്നെ ഉപയോഗിച്ചാലും. അപ്പോൾ അതുപോലെ തന്നെ ഗർഭിണികളും 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളും ഇത് ഉപയോഗിക്കരുത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട് ഇത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലഹരികൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാട്, ഭക്ഷണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ, നമുക്ക് എന്ത് ഭക്ഷണവും കഴിക്കാം. പക്ഷേ വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടിൽ നമ്മൾ പോവാതെ ഇരിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഊരി വയ്ക്കുക. മരണാനന്തര ചടങ്ങുകളൊക്കെ വരുമ്പോൾ ഇത് ഊരി വെച്ചിട്ട് പോവുക. പിന്നെ ഉറങ്ങുമ്പോഴിത് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഊർജ്ജ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് ചിലപ്പോൾ ഉറക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പകൽ സമയത്ത് മാത്രം കുളി കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഉത്തമം. നിങ്ങളുടെ കഴുത്തിൽ ഇത് കിടക്കുന്നത് മറ്റുള്ളവർ കാണിയും കൂടെ വേണം, അങ്ങനെയും കൂടെയുണ്ട്. ഇത് ഒളിപ്പിച്ച് വെക്കുന്ന സാധനമല്ല. ഇതുകൊണ്ട് മോതിരം ഉണ്ടാക്കുന്നുണ്ട്, ബ്രേസ്ലെറ്റ്, നമ്മുടെ ചെയിനില്ലേ അതുണ്ട്, അതുപോലെ കഴുത്തിലിടുന്നതുണ്ട്. അപ്പോൾ ഒറിജിനൽ മാത്രം, വ്യാജനിൽ വിശ്വസിക്കാതെ ഒറിജിനൽ മാത്രം ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മാറ്റം അറിയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ചുമ്മാതൊരു മാല ഇട്ടു, ഒരു മുത്തുമാല ഇട്ടു, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ താല്പര്യമുള്ളവരൊക്കെ അത് വാങ്ങി ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്തൊന്നും പറയത്തില്ല. കുറച്ച് പേരുടെയൊക്കെ ഒരു അനുഭവങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാവുകയും പഠിക്കുകയും ചെയ്തത്. അതിനുശേഷം ഞാനൊരു അറിവ് നിങ്ങളോടൊപ്പം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു അറിവാണ്, അത് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലതും നന്മയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു സബ്ജക്റ്റുമായിട്ട്, സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ ഇനിയും കാണുന്നത് വരെ നമസ്തേ.